ഓക്കെ അല്ലേ? എന്ത് ചെയ്തിട്ടും കൂടെ ഒരു മെനയാവണില്ലല്ലോ സജി. ഈ ടെൻഷൻ അടിക്കില്ലേ നീ? വാ. പേളിമാണിന്റെ മുഖം നോക്കി നിങ്ങൾ എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അങ്ങോട്ട് നട്ട് ചെല്ലക്കന്ന്. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. പേളിമാണിന്റെ മുഖം നോക്കി നിങ്ങൾ എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആൾക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അമ്മാതിലെ സൈബർ അറ്റാക്ക് അല്ലേ റീസെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. നിലത്തൊന്നും അല്ലായിരുന്നു ആള്, അങ്ങ് ബഹിരാകാശത്ത് പറക്കായിരുന്നു. നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും, അഹങ്കാരി. നിലത്തൊന്നും അല്ലായിരുന്നു ആള്, അങ്ങ് ബഹിരാകാശത്ത് പറക്കായിരുന്നു. അതിന്റെ വിഷമം കൃത്യമായി പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. എപ്പോഴും ഫ്ലൈയിങ് ഫ്ലൈയിങ് ഓർ ഫ്ലൈയിങ്, ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. യു അണ്ടർസ്റ്റാൻഡ്? എന്തായാലും നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ വൻ തെറിവിളിയായിരുന്നു കേട്ടോ. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ലാസ്റ്റ് തെറിവിളി വല്ലാതായ സമയത്ത് നീലക്കൂലിന്റെ ആൾക്കാർ തന്നെ കമന്റ് ബോക്സ് ടേൺ ഓഫ് ആക്കിക്കാൻ. ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങും ആളി. ചളിപ്പുണ്ട് മുഖത്ത്, വെറും കോമഡി പീസുകൾ. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ചുരുക്കി പറഞ്ഞ പേളിമാണി എവിടെ കണ്ടാലും ഇപ്പൊ ആൾക്കാർ ഊക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. പനിനീരിട്ട് ചെവി കഴിയണം. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി.